ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മളിന്ന് ക്യാമ്പ് ചെയ്യുന്നില്ല. നമ്മളിന്നൊരു ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ പോവുകയാണ്. പിന്നീട് ഒരു ദിവസം ക്യാമ്പ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. ഓക്കെ, സ്ഥലത്തിൻ്റെ പേര് സന്തോഷ് ഭായ് വാദി ഷൗക്ക. ഓക്കെ, വാദി ഷൗക്ക എന്നാണ്. അപ്പോൾ നമ്മളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാദി ഷൗക്ക യാത്രയിൽ എന്നെ കൂടാതെ എൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ എൻ്റെ കസിൻസും ഉണ്ട്. ഒരാൾ അദ്ദേഹം കിരണാണ്, മറ്റത് ഇത് പിങ്കി. വാദി ഷൗക്കയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പമ്പിൽ കയറി. നമ്മളവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ പറയുന്നതായിരിക്കും. അങ്ങനെ വണ്ടിക്ക് ഇന്ധനവും കൊടുത്തു. നമുക്കുള്ള ഇന്ധനവും കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാദി ഷൗക്കയിൽ പോകുന്ന വഴിയിൽ ഒരു ചേഞ്ചസ് വന്നു. ഇവിടെ വിശപ്പ് കാരണം ഇനിയിപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ചിലർക്ക് മന്തി ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട്. പിന്നെ മാങ്ങ വേണമെന്നും പറഞ്ഞ് അവിടെ പിങ്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കിരണിന് പിന്നെ അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിലോട്ട് വഴി തിരിച്ചു വിട്ടു. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫാമിൽ നിന്നുള്ള ഫ്രൂട്ട്സുകളെല്ലാം കിട്ടും. എല്ലാ अभी कितना मिलेगा? मैंगो कितना मिलेगा? 18? ഈ മാങ്ങയ്ക്ക് 18 പറയുന്നത്. നമ്മൾ വാങ്ങിയ മാങ്ങ പീസായിട്ട് കട്ട് ചെയ്ത് തരും. അപ്പോൾ അതിന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പുള്ളി തരും. അടിപൊളി കേട്ടോ, സൂപ്പർ. എങ്ങനെയുണ്ട്? 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 കൊള്ളാം. കാറും എങ്ങനെയുണ്ട്? നമ്മൾ വാദി ഷൗക്കയിൽ പോകുന്ന വഴിക്ക് വിശന്ന് അങ്ങനെ മന്തി കിട്ടിയില്ല. പകരം ഒരു എമിറേറ്റ്സ് റെസ്റ്റോറൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ബട്ടണിൽ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. പോകുന്ന വഴിയിൽ നമ്മൾ മസാഫിയിലെത്തി. അപ്പോൾ മസാഫിയിൽ നമുക്ക് വീട്ടിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്കിവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ പറ്റും.
ഇതാണ് മസാഫിലെ പ്രത്യേകത. വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും കിട്ടും. ആ കാണുന്നതാണ് മസാഫി ഫോർട്ട്. അങ്ങനെ വാദി ഷൗക്കിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു വെള്ളച്ചാട്ടവും നമ്മുടെ നാട്ടിലെ പണ്ടത്തെ അത് തടി പോസ്റ്റ് ദുബായ് ഷാർജ. ഇതിനെ ടീച്ചർ പറഞ്ഞേക്കുന്ന മുള്ളങ്കായെന്നാണ് കേട്ടാ. കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് കേട്ടാ. ഇപ്പം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതല്ലെന്ന് പറയാണ്. പറയൂ ഇതെന്താണെന്ന്. നാണക്കേടാണ്. ഇതെന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയുമോ? ഇതെന്ത് സംഭവം? അല്ല, ഒന്നൊന്നര കോട സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഉച്ച വെയിലത്ത്. ഇത് തുച്ഛമായ വിലയ്ക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. മല്ലിയില എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഇലകളും ഉണ്ട്. ഇതുള്ള ഫാമാണ്, പക്ഷേ ഇവിടെ എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. നമ്മൾ സലാഡിന് ഇടുന്ന ഇലകളൊക്കെയാണ് എല്ലാം ഉണ്ട്. പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഈ കാണുന്നതൊക്കെ. എൻ്റെ കൂടെ ഒന്ന് 2 ഫ്രണ്ട്സിനെ കാണാതെ 2 പേരെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വാദി ഷൗക്കിലോട്ട് പോവുകയാണ്. അടുത്ത് നമ്മൾ തുരങ്കത്തിലോട്ട് കയറുകയാണ്. ദുബൈയിലെ തുരങ്കം, സോറി യുഎഇയിലെ തുരങ്കം. ഒറ്റ ഇതേ ഉള്ളൂ. അല്ല, ഇത് കൂടെ ഈ തുരങ്കത്തിൽ കൂടെ പോയിട്ട് ഈ തുരങ്കത്തിൽ ഏകദേശം 1 മിനിറ്റോ ഇതിനകത്തൂടെ പോകണം. ഓക്കെ,
വാദി ഷൗക്ക ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച്, അതായത് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ വാദി ഷൗക്ക ഡാമിലോട്ട്. വാദി ഷൗക്ക ഡാമിലെത്തിയിരിക്കുന്നു. ഇനി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. ചെറിയ ഹൈക്കിങ്. വാദി ഷൗക്ക ഡാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്തെങ്കിലും വെള്ളം കുറവാണ് കേട്ടോ.